നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം ഇന്നലെ പ്രഖ്യാപിച്ചു. ലയണൽ മെസ്സി അല്ല. മെസ്സിക്ക് ഇത്തവണ കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ പ്രേമികൾ ഉണ്ടായിരുന്നത്. അമേരിക്കൻ കോണ്ടിനെന്റുകളിൽ, അതായത് സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും കളിക്കുന്ന സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് കിങ് ഓഫ് അമേരിക്ക അവാർഡ്. ഉറുഗ്വായൻ മാധ്യമം എൽ പൈസ് കൊടുക്കുന്ന ഈ അവാർഡിന് ലാറ്റിൻ അമേരിക്കയിൽ വലിയ പ്രാധാന്യമുണ്ട്. മെസ്സി നേരത്തെ ബാഴ്സലോണയിലും PSG ഒക്കെ കളിച്ചിരുന്ന കാലത്ത് ഈ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടാൻ എലിജിബിൾ ആയിരുന്നില്ല. ഇപ്പൊ എലിജിബിൾ ആയപ്പോൾ തുടർച്ചയായി അദ്ദേഹത്തിന് നോമിനേഷൻ കിട്ടിയെങ്കിലും ഈ തവണയും അദ്ദേഹത്തിന് ആ പുരസ്കാരമില്ല. 2ാം സ്ഥാനത്താണ് അദ്ദേഹം വോട്ടിംഗിൽ ഫിനിഷ് ചെയ്യപ്പെട്ടത്. 264 ജേർണലിസ്റ്റുകളാണ് വോട്ട് ചെയ്തത്. മെസ്സിക്ക് 39 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം കിട്ടിയത് ജോർജിയൻ ഡി അരസ്കേറ്റക്കാണ്. ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലെമിംഗോയിൽ കളിക്കുന്ന ഉറുഗ്വായ് താരം ജോർജിയൻ ഡി അരസ്കേറ്റക്ക് 179 വോട്ടുകൾ ലഭിച്ചു. അദ്ദേഹമാണ് ഇപ്പോൾ കിങ് ഓഫ് അമേരിക്ക. ഏതായാലും ഇപ്പോ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർജിയൻ ഡി അരസ്കേറ്റയുടെ ഒരു പെർഫോമൻസ് പോയ സീസണിൽ വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം അർഹിച്ച പുരസ്കാരമാണ് എന്ന് തന്നെ ഒരർത്ഥത്തിൽ പറയേണ്ടി വരും. 67.8% വോട്ടുകളും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. മെസ്സിക്ക് 14.8% വോട്ട്. അതേസമയം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, റേസിംഗിന്റെ താരം അഡ്രിയാൻ മാർട്ടിനസ് നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 12 വോട്ടുകൾ, 5% വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഡി അരസ്കേറ്റയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം നിരവധി കിരീടങ്ങൾ നേടുകയുണ്ടായി. ബ്രസീലിയറോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കിരീടം കോപ്പ ലിബർട്ടഡോറസ്, പിന്നെ ബ്രസീലിയൻ കപ്പിൽ മുത്തമിട്ടു, കോംപെനാറ്റോ കരിയോക്കയിൽ മുത്തമിട്ടു, അതുപോലെ ഡെർബി ഡി ലാ അമേരിക്കാസ്, പിന്നെ ചലഞ്ചർ കപ്പ് എല്ലാം നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ 28 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് 69 അപ്പിയറൻസുകളിൽ നിന്ന് അക്രോസ് ദി കോമ്പറ്റീഷൻ അദ്ദേഹം നടത്തിയത്. അതുപോലെ തന്നെ ഉറുഗ്വായ്ക്ക് വേണ്ടി ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലും മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. ലയണൽ മെസ്സി 2024 ഈ ഒരു പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് പക്ഷെ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചില്ല. ഇപ്പൊ 2025 അദ്ദേഹത്തിന് പുരസ്കാരമില്ല. അപ്പം ഡി അരസ്കേറ്റയാണ് ഇത്തവണത്തെ, ജോർജിയൻ ഡി അരസ്കേറ്റയാണ് ഇത്തവണത്തെ കിങ് ഓഫ് അമേരിക്ക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.